Hey my beautiful, welcome back to my Pups channel. An important message for you. നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങൾ കേൾക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജ് എന്താണെന്നുള്ളതാണ് നമ്മളിന്ന് കളക്റ്റീവായിട്ട് നോക്കുന്നത്. ഇത് നമ്മളുടെ എൻ്റെ ഫസ്റ്റ് ടാരോട്ട് കാർഡാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് വാങ്ങിച്ചൊരു ടാരോട്ട് കാർഡാണ്. വർഷങ്ങൾ പഴക്കമുള്ളൊരു കാർഡാണ്. ബട്ട് എനിക്ക് വളരെ കണക്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ കണക്ഷനുള്ള അല്ലെങ്കിൽ സ്പെഷ്യൽ സൈക്കിക് കണക്ഷനുള്ള കാർഡാണ്. സോ ദിസ് ഈസ് മൈ വെരി സ്പെഷ്യൽ കാർഡ്. സോ എന്താണ് എൻ്റെ കാർഡ്സ് നിങ്ങൾക്ക് തരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജ് ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ നിങ്ങൾ പോകുന്നൊരു അവസ്ഥയിൽ ഓർ മേ ബി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളായിരിക്കാം, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള മെസ്സേജ് ആയിരിക്കാം. ലെറ്റ്സ് സീ an important message for you. What important message? What important message for you? What you need to hear? Oh, okay. An important message for you in your love life, relationship, your connection, or നിങ്ങളുടെ പാർട്ട്ണറെ പറ്റി, or the person you are dealing with. Okay, നിങ്ങൾ ഡീൽ ചെയ്യുന്ന പേഴ്സൺ, നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി, നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള വ്യക്തി, ഓർ സിംഗിൾ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ഫിസിക്കാലിറ്റിയിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ കാണുക, കേൾക്കുക, ടച്ച് ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന പേഴ്സൻ്റെ പ്രസൻസ് നിങ്ങൾക്ക് ഉണ്ടാവുക, ഓർ നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ ഒരു വ്യക്തി ഉണ്ടാവുക, കാണാൻ സാധിക്കുക, മെയിനായിട്ട് കാണാൻ സാധിക്കുക, അടുക്കാൻ സാധിക്കുന്നുണ്ട്. സോ റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത് ചില ഡിസ്റ്റൻസ് ഒക്കെ വന്നിട്ടുള്ള റിലേഷൻഷിപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വരുന്നൊരു ഡിവൈൻ ടൈമാണ്. ചിലതൊക്കെ റീകണക്ട് ചെയ്യാൻ വേണ്ടി, ചിലതൊക്കെ വീണ്ടും ഇങ്ങനെ അകന്ന് പോയിട്ടുള്ള കാര്യങ്ങൾ അഗെയിൻ ഒരു മാഗ്നറ്റ് പോലെ ആ ഒരു മാഗ്നറ്റിന്റെ പവർ വീണ്ടും കണക്ട് ചെയ്യുന്നതായിരിക്കാം. സോ ചില മാറ്റങ്ങൾ, ഒരു അഴിച്ചുപണിയൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കണം കുറച്ച് സമയമായിട്ട്. സോ ചില ക്ലാഷസും ചില ഡിസ്റ്റൻസും ഒക്കെ നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓർ നിങ്ങൾ ഈവൻ സിംഗിൾ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും ചില ക്ലാരിറ്റി ഒക്കെ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്ട്രക്ക് ആയിട്ടുള്ള ഫീലിങ്സ് ഒക്കെ റിലേഷൻഷിപ്പ്, പ്രത്യേകിച്ച് ഒരു അനക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നില്ല എന്ന് തോന്നിയിട്ടുള്ള ഒരു പ്ലേസിലൊക്കെ ഒരു അനക്കം ഉണ്ടാവുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ വീണ്ടും ഒരു മാഗ്നറ്റ് വീണ്ടും എനർജൈസ്ഡ് ആവുന്നുണ്ട്. ഓൾറൈറ്റ്, സോ നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള പാർട്ട്ണറുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഓക്കെ, ഇറ്റ്സ് ലൈക്ക് രണ്ടുപേരും ഒരു മാഗ്നറ്റ് പോലെ വീണ്ടും വളരെ സ്ട്രോങ് ആയിട്ട് വീണ്ടും റീകണക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് അതിൻ്റെ ഒരു ഡിവൈൻ ടൈമാണ്. ഓക്കെ, സോ നിങ്ങൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വ്യക്തികളൊക്കെ നിങ്ങളുടെ ലൈഫിൽ മീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചില ആളുകൾക്കുള്ളൊരു മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എല്ലാ രീതിയിലും പ്രിപ്പയർഡ് ആവണം. നിങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ കാരണം നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ അതിലേക്കുള്ളൊരു ഹോപ്പ് ഒക്കെ നിങ്ങൾക്ക് കുറഞ്ഞു പോയിട്ടുണ്ടായിരിക്കണം. റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ ഇനി നല്ല കാര്യങ്ങൾ സംഭവിക്കും, അല്ലെങ്കിൽ നല്ലൊരു പാർട്ട്ണർ വരും, നല്ല രീതിയിൽ കാര്യങ്ങൾ എൻ്റെ ചെയ്യും എന്നുള്ള ഒരു ഹോപ്പ് മേ ബി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾക്കും ചില കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ക്ലൈൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്, ഹീൽ ചെയ്യേണ്ടതായിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്കുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മെസ്സേജ്, എസ്പെഷ്യലി ഇൻ റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്കൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഒരിക്കലും മാറില്ല എന്ന് തോന്നിയിട്ടുള്ള വ്യക്തികളൊക്കെ നിങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ അയാളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്കും ആ വ്യക്തിയുടെ അടുത്ത് നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ പല കാര്യങ്ങളും വീണ്ടും പഠിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അതൊക്കെയാണ് നിങ്ങൾ വീണ്ടും ഹെൽത്തി ആയിട്ട് റീകണക്ട് ചെയ്യുന്നത്. ഓൾറൈറ്റ്, സോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വീണ്ടും ഒരു ഓഫർ ആയിട്ട് വരുന്ന സമയത്ത്, എസ്പെഷ്യലി നിങ്ങളുടെ പാർട്ട്നേഴ്സ് ആണ്, നിങ്ങളുടെ സ്പൗസ് ആണ്, ചില കാര്യങ്ങൾ അവർ ജെന്യൂൻലി ആയിട്ടായിരിക്കാം നിങ്ങളുടെ അടുത്ത് കോംപ്രമൈസിന് വരുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യാൻ തോന്നുന്നുണ്ടാവുക, നിങ്ങൾക്ക് സ്നേഹം തോന്നുന്നുണ്ടായിരിക്കുക. ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ, അല്ലെങ്കിൽ ജെന്യൂൻ ആയിട്ടുള്ള ഒരു റീയൂണിയൻ ഒരു ഡിവൈൻ റീയൂണിയൻ നിങ്ങൾ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ പല ആളുകളും അതിനുവേണ്ടി പ്രിപ്പയർഡ് ആവാത്തൊരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ പ്രിപ്പയർഡ് ആവണം നിങ്ങളുടെ ലൈഫിൽ ഒരു റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ, ഒരു ന്യൂ ബിഗിനിങ്. ഓക്കെ, സോ ഒരു പുതിയ സ്റ്റാർട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് പ്രോബബ്ലി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം, ബട്ട് എഗെയിൻ നിങ്ങളുടെ ഒരു ഡ്രീം ആയിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ലൈഫ് ഓഫർ ചെയ്യുന്ന സമയത്തും നിങ്ങൾ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിലും എഗെയിൻ നിങ്ങൾക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ഓക്കെ, ബട്ട് അത് നിങ്ങൾക്ക് നിങ്ങളുടെ റിയൽ ലൈഫിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫാന്റസിന്നൊക്കെ വിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ ഒരു ഡേ ഡ്രീം നിങ്ങളുടെ ഒരു റിയൽ ലൈഫിൽ കണക്ട് ചെയ്യുന്നത് പോലെ, നിങ്ങളുടെ വലിയൊരു ആഗ്രഹം നിങ്ങളുടെ റിയൽ ലൈഫിൽ
കണക്ട് ചെയ്യുന്നത് പോലെ. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ തോന്നിയിട്ടുള്ള ചില സിറ്റുവേഷൻസ് എന്നൊക്കെ നല്ല രീതിയിൽ ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളെ റിലേഷൻഷിപ്പിൽ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ചില ഓപ്പർച്യൂണിറ്റീസ് റിലേഷൻഷിപ്പിലൊക്കെ ചില ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുന്ന സമയത്ത് മനസ്സിലാക്കുക, അവസരങ്ങൾ കൊടുക്കേണ്ട പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ അവസരങ്ങൾ കൊടുക്കുക. നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇതൊരു ഡിസ്റ്റൻസിന് അല്ലെങ്കിൽ ഒരു വലിയൊരു പീരീഡിന് ശേഷം ചില മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ കുറെ കാലമായിട്ട് സിംഗിൾ ആയിട്ട് നിൽക്കുന്ന ആളുകളായിരിക്കാം. ഈവൻ നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും കുറെ കാലമായിട്ട് അവിടെ പ്രത്യേകിച്ച് ഒരു ഇമോഷണൽ ഫ്ലോ ഉണ്ടാവുന്നില്ല, ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാവുന്നുണ്ടാവില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിൽക്കുന്ന ഒരു പ്ലേസിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ മാറി നിൽക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ നിൽക്കുന്ന ഒരു പ്ലേസ് അല്ലെങ്കിൽ നിങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു പാർട്ട്ണറുമായിട്ട് ഒരുപാട് വർഷം ഒരേ അവസ്ഥയിൽ കൂടെയാണ് പോകുന്നത്, പ്രത്യേകിച്ച് അവിടെ മാറ്റങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾ ചില ആക്ഷൻസ് എടുക്കുക, ചില മാറ്റങ്ങൾ കൊണ്ടുവരാം. ഓക്കെ, അറ്റ്ലീസ്റ്റ് നിങ്ങൾ അവിടുന്ന് നിങ്ങൾ എങ്ങനെ സേവ് ചെയ്യാം എന്നുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾ ഡീൽ ചെയ്യുന്ന ആളുകൾക്കും ആ ഒരു സിറ്റുവേഷനും ചില തിരിച്ചറിവ് ഉണ്ടാവുക, ചില മാറ്റങ്ങൾ അവിടെ സംഭവിക്കുക. സോ ധൈര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചില പ്ലേസിൽ നിന്നൊക്കെ ഒന്ന് മൂവ് ഓൺ ചെയ്യാനായിരിക്കാം, ലെറ്റ് ഗോ ചെയ്യാനായിരിക്കാം, ഓക്കെ, അല്ലെങ്കിൽ വാക്ക് അവേ ചെയ്യാനായിരിക്കാം. ഇതിനുള്ള ധൈര്യം കൂടെ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നിങ്ങൾ പോകുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു റൈറ്റ് ആയിട്ടുള്ള അഡ്വൈസ് ഒക്കെ നിങ്ങൾ ചോദിക്കാം. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ചില കാര്യങ്ങൾ വെക്കുന്നുണ്ടായിരിക്കണം, നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, നിങ്ങൾ വേറെ ആളുകളുടെ അടുത്ത് പറഞ്ഞാലും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ പറയാൻ സാധിക്കുന്നുണ്ടാവില്ല. സോ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, നിങ്ങൾക്കൊരു റൈറ്റ് അഡ്വൈസ് വേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, എന്താണോ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ തരുന്നത് അത് നിങ്ങൾ ഫോളോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലത്തെ മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കും. ഓക്കെ, സോ ചില കാര്യങ്ങളൊക്കെ നിങ്ങളും ലെറ്റ് ഗോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ചില ലിമിറ്റിംഗ് ബിലീഫിൽ നിങ്ങൾ സ്റ്റക്ക് ആയിട്ട് നിൽക്കാതിരിക്കുക. അതായത് ചില മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയത്ത് ഇല്ല പണ്ടൊക്കെ ഇങ്ങനെയായിരുന്നു, ഇയാള് പണ്ട് ഇങ്ങനെയായിരുന്നു സിറ്റുവേഷൻ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വരുന്നൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഇല്ലാതാക്കാതിരിക്കുക. ഓക്കെ, എന്താണെന്നുണ്ടെങ്കിലും ഇപ്പൊ പുതിയ അവസരങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് അത് മനസ്സിലാക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, സോ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ ജേർണി വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. ബ്രൈറ്റ് ആയിട്ടുള്ള ജേർണി, വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ജേർണി, വളരെ സന്തോഷമായിട്ടുള്ള ഒരു ജേർണി, യാത്ര തുടരുകയാണ്. ഓക്കെ, ഒരു ന്യൂ ബിഗിനിങ്. ഓൾറൈറ്റ്, സോ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലുള്ള ടെൻഷനും അല്ലെങ്കിൽ നിങ്ങൾ എന്തൊരു കാര്യം നിങ്ങളെ ചില ആളുകൾ വലിയ രീതിയിൽ ഹോണ്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഓവറായിട്ട് ചില കാര്യങ്ങളിലൊക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, തിങ്ക് ചെയ്യുന്നുണ്ട്, പാസ്റ്റിൽ തന്നെ എസ്പെഷ്യലി നിങ്ങൾ പാസ്റ്റിലൊക്കെ ഒരുപാട് സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ റിലീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്കുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ എന്ന് പറയുന്നത് ആളുകൾക്ക് മാറ്റം ഉണ്ടാവുന്നുണ്ട്, സിറ്റുവേഷൻസ് മാറ്റം ഉണ്ടാവുന്നുണ്ട്. സോ അവിടെ ആദ്യം മാറ്റം കൊണ്ടുവരേണ്ടത് മേ ബി നിങ്ങൾ തന്നെ ആയിരിക്കാം. ഓക്കെ, സോ ഇതുപോലെ നിങ്ങൾ നിൽക്കുകയാണ്, ഇതുപോലെ നിങ്ങൾ സങ്കടപ്പെട്ട് അല്ലെങ്കിൽ ഒരുപാട് പ്രഷർ കൊടുക്കുന്നത്, ഒരുപാട് മാറ്റാൻ ശ്രമിക്കുന്നത്, കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് മറ്റാളുകളിലെ മാറ്റങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രഷർ, ഈ ഒരു ബുദ്ധിമുട്ട്, ഈ ഒരു ഇമോഷണൽ, മെന്റൽ കണ്ടീഷൻ, ഫിസിക്കൽ കണ്ടീഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു ആക്ട് ഒരിക്കലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നില്ല. ഓക്കെ, സോ ഇൻസ്റ്റീഡ് നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഇപ്പൊ ചില സമയത്ത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സെർവ് ചെയ്യാത്ത സമയത്ത് നിങ്ങളായിട്ട് ചില ആക്ഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നിങ്ങളായിട്ട് മാറേണ്ടതായിട്ടുണ്ട്. ഇൻസ്റ്റീഡ് നിങ്ങൾ മറ്റുള്ള ആളുകൾ മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതിന് പകരം ഓക്കെ, ആ ഒരു സമയത്താണ് സിറ്റുവേഷൻ മാറാൻ സാധിക്കുക, നിങ്ങൾ ഡീൽ ചെയ്യുന്ന ആളുകൾക്ക് മാറാൻ സാധിക്കുക, നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവുന്ന സമയത്ത്. സോ നിങ്ങൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ സെർച്ച് ചെയ്യാതിരിക്കുക. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് നിങ്ങൾ ചില കാര്യങ്ങൾ ഫിക്സ് ചെയ്യേണ്ടത്. സോ ഇത് റിലേഷൻഷിപ്പിലൊക്കെ ഉള്ള ആളുകൾക്കുള്ള വളരെ ഡീപ്പ് ആയിട്ടുള്ള മെസ്സേജ് ആണ്. ഓക്കെ, സോ നിങ്ങളൊന്ന് നോക്കുക, നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത് എന്താണ് നിങ്ങളുടെ ഒരു തോന്നൽ, എന്താണ് നിങ്ങൾ റിലേഷൻഷിപ്പിനെ പറ്റി നിങ്ങളുടെ അടുത്ത് തന്നെ പറയുന്നത്, നിങ്ങളുടെ ഒരു സ്റ്റോറി എങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് തന്നെ പറയുന്നത് ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, മൂമെന്റ്സ് നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നുണ്ട്, അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ അതുകൊണ്ടൊക്കെയായിരിക്കും ചില മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളായിട്ട് എടുക്കുന്നതും ചില കാര്യങ്ങളൊക്കെ നാച്ചുറലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംഭവിക്കുന്നത്. What important message for you? Prosperity, happiness, energy, insight, passion, chemistry, attraction. ഇതൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ അഗൈൻ ലൈക്ക് ഒരു മാഗ്നറ്റിന് വീണ്ടും അതിന്റെ ഒരു എനർജി കണക്ട് ചെയ്യാൻ പറ്റുന്നത് പോലെ. ഓക്കെ,
സോ മാഗ്നറ്റിന് നമുക്കറിയാം, ഒരു മാഗ്നറ്റിന്റെ എനർജി ഇല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു മെറ്റൽ പോലെയാണ് അല്ലെ. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്ന എനർജി അങ്ങനെയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കണം, പക്ഷെ ആ ഒരു ആഗ്രഹം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുന്നില്ല. അതിനെന്തൊക്കെയോ ഒരു തടസ്സമായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എനർജി ഇല്ലാണ്ടാക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കണം, ചിന്തിക്കുന്നുണ്ടായിരിക്കണം, നിങ്ങളായിട്ട് ഹോൾഡ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഓർ മേ ബി ലൈക്ക് നിങ്ങൾ ഡീൽ ചെയ്യുന്ന ചില റോങ് ആയിട്ടുള്ള ആളുകളോ സിറ്റുവേഷനോ ആയിരിക്കും. അതൊക്കെയാണ് നിങ്ങളെ ഒരു മാഗ്നറ്റ് അല്ലാണ്ടാക്കുന്നത്. ഓക്കെ, ലവ് റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത്. ബട്ട് മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങളത് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളൊരു മാഗ്നറ്റ് എനർജി നിങ്ങൾ റിലേഷൻഷിപ്പിൽ കണക്ട് ചെയ്യുന്നുണ്ട്. സോ പ്രോബബ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ ഇത് പുതിയ അനുഭവത്തിലേക്കാണ് വരുന്നത്, പുതിയ മാറ്റത്തിലേക്കാണ് വരുന്നത്. അത് ഈവൻ നിങ്ങൾ ഡീൽ ചെയ്യുന്ന ചില ആളുകൾക്ക്, ഓക്കെ, സോ ചില ആളുകൾക്ക് നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തിയിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ആ വ്യക്തിയിൽ ഫോക്കസ് ചെയ്ത് മാറ്റാൻ ശ്രമിക്കരുത്, അങ്ങനെ സിറ്റുവേഷൻ മാറില്ല. ഓക്കെ, സോ നിങ്ങൾ അവിടെ ആക്ഷൻ എടുക്കേണ്ട പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്ഷൻ എടുക്കാം. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കൈൻഡ് ഓഫ് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ നിങ്ങൾ ആ ഒരു കൺഫ്യൂസ്ഡ് ആവുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ നിൽക്കാതിരിക്കാം. ഓക്കെ, സോ അങ്ങനത്തെ പ്ലേസിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുന്നതാണ് നല്ലത്. അങ്ങനെ ഒരു കൺഫ്യൂഷൻ തരുന്ന ഒരു പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ അവിടെ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക. കാരണം ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു ആൻസർ ഒക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, സോ പുതിയ എക്സ്പീരിയൻസ് കൊടുക്കാൻ നിങ്ങളും വില്ലിങ് ആവുക. ഓക്കെ, മാറ്റങ്ങൾ. പണ്ട് ഞാൻ ഇങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്തത്, പണ്ട് ഇങ്ങനെയായിരുന്നു, ഇപ്പൊ മാറുന്ന സമയത്ത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരാം. ഇതൊക്കെ നിങ്ങളുടെ ഒരു ലിമിറ്റിംഗ് ബിലീഫ് ആണ്, നിങ്ങൾ നിങ്ങളെ തന്നെ പരിമിതിപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ്. ഓക്കെ, സോ പുതിയ അനുഭവത്തിലേക്ക് വരണം റിലേഷൻഷിപ്പിൽ. ഇപ്പൊ ആളുകളുടെ മാറ്റങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. ആളുകൾക്ക് മാറ്റം സംഭവിക്കാന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. റിലേഷൻഷിപ്പിന് ഇപ്പൊ എത്ര വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും അതിലും മാറ്റങ്ങൾ സംഭവിക്കുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ അതാണ് നിങ്ങൾക്കുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് നിങ്ങൾ ഡീൽ ചെയ്യുന്ന പേഴ്സണെ പറ്റി. സോ ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.